വിദ്യാഭ്യാസപരമായി കാസർഗോഡ് ജില്ല പിന്നോക്ക അവസ്ഥയിലാണെങ്കിൽ അത് മിടുക്കരായ കുട്ടികളുടെ കുറവോ ടാലന്റഡ് റിസോഴ്സസിന്റെ കുറവോ അല്ല, മറിച്ച് ഒരു എഡ്യൂക്കേഷണൽ എക്കോസിസ്റ്റം ഫോർ ഹയർ എഡ്യൂക്കേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, LBS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഉണ്ട്. ഇങ്ങനെ ചുരുക്കം ചില ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ മാറ്റി നിർത്തിയാൽ കാര്യമായി ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ട എഡ്യൂക്കേഷണൽ ഓപ്ഷൻസ് കാസർഗോഡ് ജില്ലയിലില്ല. ഇത് രക്ഷിതാക്കളെയും കുട്ടികളെയും ഒരുപോലെ ബുദ്ധിമുട്ടിലാക്കുകയാണ്. സോ ഇതിനൊരു ഓപ്ഷനായി പല കൂട്ടുകാരും നോക്കുന്നത് ഒന്ന് തെക്കോട്ടോ അല്ലെങ്കിൽ വടക്കോട്ടോ ആണ്. തെക്കോട്ട് എന്ന് പറയുമ്പോൾ കേരളത്തിലെ ബാക്കിയുള്ള ജില്ലകളിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, വടക്കോട്ട് എന്ന് പറയുമ്പോൾ മാംഗ്ലൂർ തൊട്ട് മുകളിലോട്ടുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഡെസ്റ്റിനേഷൻസുമാണ്. സോ ഈ ഒരു കുറവ് നീക്കത്താൻ പല രീതിയിലുള്ള ഇനീഷ്യേറ്റീവ്സും നടത്തുന്നുണ്ട്. ക്യാപ്റ്റസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഒരു ഉദാഹരണമാണ്. യൂനസ് മുഹമ്മദിന്റെ നേതൃത്വത്തിലാണ് ഒരു ഇനീഷ്യേറ്റീവ്. സീഡ് ക്യാമ്പസ് ഇതിന്റെ ഭാഗമാണ്. ഈ ഒരു എപ്പിസോഡ് ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും സീഡ് ക്യാമ്പസിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. നിങ്ങളുടെ ഡിസിഷൻ മേക്കിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രൊമോഷൻ രീതിയിലല്ല, മറിച്ച് സീഡ് ക്യാമ്പസിന്റെ എഡ്യൂക്കേഷണൽ ഇനീഷ്യേറ്റീവ്സും കോഴ്സിനെ കുറിച്ചും അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. കാസർഗോഡ് ജില്ലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ഇനീഷ്യേറ്റീവ് അല്ല സീഡ് ക്യാമ്പസ്. ഇറ്റ് വിൽ എക്സ്പാൻഡ് ടു സൗത്ത് ആൻഡ് ടു നോർത്ത്. ഈ ഒരു എപ്പിസോഡിൽ കൂടി സീഡ് ക്യാമ്പസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. ഈ പർട്ടിക്കുലർ സീഡ് ക്യാമ്പസ് സ്കിൽ എൻഹാൻസ്മെന്റ് ആൻഡ് എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ് എന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്ന ഒരു ക്യാമ്പസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ആക്ച്വലി 2023 ജാനുവരിയിലാണ്. സോ പ്രസന്റ്ലി നമ്മൾ ഇവിടെ കൊടുക്കുന്ന കോഴ്സ് എന്ന് പറയുന്നത് ഇന്റർനാഷണലി വെൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഫിനാൻഷ്യലുള്ള ടോപ്പ് മോസ്റ്റ് ക്വാളിഫിക്കേഷൻ ആയ ACCA UK അതേപോലെ CMA USA എന്ന കോഴ്സസ് ആണ്. നമ്മുടെ കോൺസെപ്റ്റ് എന്തെന്ന് പറഞ്ഞാൽ നോർമലി ലൈക്ക് ആഫ്റ്റർ 12th സ്റ്റാൻഡേർഡോ അല്ലെങ്കിൽ UGക്ക് ശേഷം അല്ലെങ്കിൽ ആഫ്റ്റർ PG സംതിങ് ലൈക്ക് ദാറ്റ് സ്റ്റുഡൻസ് ലൈക്ക് അവർക്ക് ലൈക്ക് ഈവൻ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദിയർ ഗ്രാജുവേഷനോ എവിടെ പോകണം, എന്ത് ചെയ്യണം, ഇനി ജോബിൽ പോയെങ്കിൽ ലൈക്ക് എങ്ങനെ ഒരു നല്ല സാലറി മേടിക്കാൻ പറ്റും, എങ്ങനെ ഒരു നല്ലൊരു കരിയർ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും എന്നെ കുറേ കൺസേൺസ് ഉണ്ട് നൗ ഡേയ്സ് ബിക്കോസ് ദ വേൾഡ് ഈസ് ചേഞ്ചിങ് റാപ്പിഡ്ലി. സോ ഈ റാപ്പിഡ്ലി ചേഞ്ച് ചെയ്യുന്ന വേൾഡിന് അനുസരിച്ചിട്ട് ലൈക്ക് അവർക്കൊരു നല്ലൊരു ക്വാളിഫിക്കേഷൻ ഉണ്ടാവണം, നല്ലൊരു സ്കിൽ ഉണ്ടാവണം. ആ സ്കില്ല് വെച്ചിട്ട് അവർക്ക് നല്ല ജോബ് കിട്ടണം. ജോബ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു ആവറേജ് ജോബോ അല്ലെങ്കിൽ ലൈക്ക് അവർക്ക് ഗ്രോത്തിന് കുറേ സമയം എടുക്കുന്ന ജോബോ അങ്ങനെയല്ല. പെട്ടെന്ന് ഒരു നല്ലൊരു ജോബ് കിട്ടുക, നല്ലൊരു കരിയറിലേക്ക് പോവുക, മൾട്ടിനാഷണൽ കമ്പനീസിൽ വർക്ക് ചെയ്തിട്ട് നല്ലൊരു സാലറി എടുത്തിട്ട് നല്ലൊരു ബിസിനസ് ലീഡേഴ്സ് ആയിട്ട് മാറണം എന്നുള്ള ഒരു വിഷനിലാണ് നമ്മൾ ഈ പർട്ടിക്കുലർ ക്യാമ്പസ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു കാസർഗോഡ് സ്റ്റുഡൻസ്. അവിടെ +2 കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ അവിടെ UG കഴിഞ്ഞ ശേഷം നോർമലി ഇൻ ഓർഡർ ടു ഗെറ്റ് എ ഗുഡ് ജോബ് അല്ലെങ്കിൽ നല്ലൊരു കരിയറിലേക്ക് പോകണമെങ്കിലും ദേ ഹാവ് ടു ഗോ ടു ഫോർ അതർ പ്ലേസസ് ലൈക്ക് ഒന്നെങ്കിൽ കൊച്ചിയോ ബാംഗ്ലൂരോ ചെന്നൈയോ അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് പഠിക്കേണ്ട ഒരു ലൈക്ക് ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. സോ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനെ എങ്ങനെ ഓവർകം ചെയ്യുക, കാസർഗോഡത്തെ കുട്ടികൾക്ക് കാസർഗോഡിൽ തന്നെ ഏറ്റവും നല്ല എഡ്യൂക്കേഷനും സ്കില്ല് കൊടുത്തിട്ട് അവർക്ക് നല്ലൊരു കരിയറിലേക്ക് അവരെ എങ്ങനെ എത്തിക്കുക എന്നുള്ളൊരു ഡ്രീമിലാണ് നമ്മൾ ഈ പർട്ടിക്കുലർ ലൈക്ക് പ്രൊജക്ട് ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ടോപ്പസ്റ്റ് ക്വാളിഫിക്കേഷനെ നമ്മൾ ഈ ക്യാമ്പസിൽ കൊണ്ടുവന്നിട്ടുള്ളത്. സോ ബേസിക്കലി നമ്മൾ അതിൽ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്ത ഒരു ലൈക്ക് കോഴ്സാണ് ACCA എന്ന് പറയുന്നത്. ACCA എന്ന് പറയുമ്പോൾ ലോകത്തിന്റെ 180+ കൺട്രീസിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ ആണ്. സോ ആ ഒരു ക്വാളിഫിക്കേഷനിൽ നമുക്ക് ഫസ്റ്റ് ബാച്ചിൽ തന്നെ ഫൈനസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നമുക്കൊരു നല്ലൊരു അക്കാഡമിക് സിസ്റ്റം ഉണ്ടായത് കൊണ്ടും സിൻസ് വി ആർ ഫോക്കസ്ഡ് ഓൺ ദ അക്കാഡമിക്സ് we had got a very good results, one of the finest results in Kerala. So even the students who have come from the science background or any other stream, they have performed very well, especially when it comes to financial accounting, management accounting. There was a tremendous performance from the student side. നമുക്ക് ഫൈനസ്റ്റ് ആയിട്ടുള്ള അക്കാഡമിക് സ്ട്രക്ചർ ഉണ്ടായതുകൊണ്ടും വി ആർ ഫോക്കസ്ഡ്. അതേപോലെ വി ഹാഡ് എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് ആൻഡ് ഓൾ. കേരളത്തിൽ തന്നെ ഏറ്റവും ഒരു ഫൈനസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട്സ് ആണ് നമുക്ക് ഫസ്റ്റ് ഇയർ തന്നെ ഉണ്ടായിട്ടുള്ളത്. ഫോർ എ കൺസ്ട്രക്റ്റീവ് ലേണിംഗ് മെക്കാനിസം തീർച്ചയായിട്ടും വേണ്ടത് ഒരു നല്ല ലേണിംഗ് അറ്റ്മോസ്ഫിയർ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഏതൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും അസറ്റ് എന്നുള്ളത് അവർ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു ആംബിയൻസ് ആണ്. സീഡ് ക്യാമ്പസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഗ്രീനറിയാണ്, അതോടൊപ്പം എക്കോ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആണ്. ഈ രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം, ഒരു സ്ട്രക്ചർ ഓർഗനൈസ് ചെയ്തത് കൊണ്ട് തന്നെ കുട്ടികളുടെ മനസ്സിന് നല്ല രീതിയിൽ അത് സഹായിക്കുന്നുണ്ട് അവരുടെ പഠന പ്രക്രിയയിൽ. For a student, in order to have a very good academic environment, what is more important is like a very good classroom. So Seed Campus has come up with a very good classroom with a spacious infrastructure, so other modern amenities which is very important for academic things and all the facilities like projectors, ventilation facilities, it might be AC, so everything is all set. Seed Campus നൽകുന്ന ഇന്റർനാഷണൽ കോഴ്സസ്, അതും കോർപ്പറേറ്റ് റെലവൻ്റ് ആയിട്ടുള്ള കോഴ്സസ്,
ഏബിൾഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ്, അതിനനുസരിച്ചിട്ടുള്ള ഫെസിലിറ്റീസ്, ക്ലാസ് റൂം എക്സ്പീരിയൻസ് ആണെങ്കിൽ മോഡേൺ ടെക്നോളജി എക്യുപ്ഡ് ആണ്. അതോടൊപ്പം ക്യാമ്പസിൻ്റെ ആംബിയൻസ് എന്നുള്ളത് എക്കോ ഫ്രണ്ട്ലി ആണ്, ഗ്രീനറിയാണ്. കുട്ടികളെ സ്റ്റുഡൻസിനെ കൺസ്ട്രക്റ്റീവായി തിങ്ക് ചെയ്യാനും കൂടുതൽ കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ള സാഹചര്യവും സൃഷ്ടിക്കുന്നതുമാണ്. സീഡ് ക്യാമ്പസിൻ്റെ ഈ എല്ലാ അഡ്വാൻറ്റേജസും കൺസ്ട്രക്റ്റീവായിട്ടുള്ള തിങ്കിങ് പ്രോസസ്സിൽ കൂടി അണ്ടർഗോ ചെയ്യുന്നതിൽ കൂടി തന്നെ സീഡ് ക്യാമ്പസിൽ നിന്ന് എഡ്യൂക്കേഷൻ നേടുന്ന, കോഴ്സുകൾ പഠിച്ചെടുക്കുന്ന, എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തെടുക്കുന്ന കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ഒരു കരിയർ പാത്ത് മുമ്പോട്ട് ബിൽഡ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് തന്നെയാണ് സീഡ് ക്യാമ്പസിൻ്റെ വിജയം എന്നുള്ളതും അതിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികളുടെ ഓരോരുത്തരുടെ വിജയം എന്നുള്ളതും. ഈ ഒരു എപ്പിസോഡിൽ കൂടി നിങ്ങൾ സീഡ് ക്യാമ്പസിനെ കുറിച്ച് മനസ്സിലാക്കി, അവരുടെ ഫെസിലിറ്റീസിനെ കുറിച്ചും ഫാക്കൽറ്റി അഡ്വാൻറ്റേജസിനെ കുറിച്ചും മനസ്സിലാക്കി. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ സീഡ് ക്യാമ്പസിലെ മാനേജ്മെൻറ്റിൻ്റെ അതോടൊപ്പം അഡ്മിഷൻ ഡെസ്കിൻ്റെ കോൺടാക്റ്റ് നമ്പർ ആഡ് ചെയ്യുന്നു. അവരുമായി കോൺടാക്റ്റ് ചെയ്യാം. ഒരിക്കൽ കൂടി ഒരു കാര്യം പ്രത്യേകം ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു എപ്പിസോഡ് എന്നുള്ളത് പ്രൊമോഷണൽ വീഡിയോ അല്ല, മറിച്ച് സീഡ് ക്യാമ്പസിനെ കുറിച്ച് മനസ്സിലാക്കാനും കാസർഗോഡിൻ്റെ ഹൃദയഭാഗത്ത് നിലകൊള്ളുന്ന ഈ ഒരു ക്യാമ്പസിൻ്റെ അഡ്വാൻറ്റേജ് അറിയാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് നൽകുകയാണ് ചെയ്യുന്നത്.